മിററിലൊക്കെ പോകുമ്പോ സ്മൈൽ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടോ നിങ്ങള്? കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ലുബിന മാം മിററിലൊക്കെ നോക്കിയിട്ടെങ്കിലും സ്മൈൽ ചെയ്യണം. അത് നമ്മുടെ ഹാപ്പിനെസ് ഇംപ്രൂവ് ആക്കാൻ ഹെൽപ്പ് ആക്കും എന്നൊക്കെ പറഞ്ഞല്ലേ? അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാണ്. അന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടും എന്തോ ഒരു മിസ്സിംഗ് ഫീൽ അതായത് നമ്മുടെ നമുക്ക് വീടുണ്ട്, ഫാമിലി ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, ഫുഡ് അങ്ങനെ എല്ലാം നമുക്കുണ്ട്. പക്ഷേ എന്തോ ഒരു മിസ്സിംഗ് എന്തോ ഒരു ഫീല് നമുക്ക് വരുന്നു. എന്തോ ഒരു മടുപ്പ് വരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താന്നറിയില്ല. എനിക്കിപ്പോ എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. എന്തോ ഒരു എന്തോ ഒരു സുഖമില്ലായ്മ, എന്തോ ഒരു സന്തോഷം തോന്നുന്നില്ല, എന്തോ ഒരു കുറവ്. ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് ലോകത്ത് 1% മാത്രം ആളുകൾ നേടിയതും 99% ആളുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യം. എ സ്പെസിഫിക് ഗോൾ. വ്യക്തമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഇല്ല എന്ന് തന്നെയാണ് അവരുടെയൊക്കെ പ്രോബ്ലം ആയിട്ടുള്ളത്. ഇപ്പോ നിങ്ങളെല്ലാരും സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടോ? സ്വപ്നം എന്ന് പറയുമ്പോ കാണലുണ്ട്. ഉറങ്ങുമ്പോ ഉറക്കത്തിൽ ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത് കാണുന്ന സ്വപ്നാണോ? അതാണോ ഞാനിവിടെ ഉദ്ദേശിച്ച സ്വപ്നം എന്ന് അല്ല പറയുന്നേ? അല്ല. അല്ല അത് അല്ല. ഒരുപാട് Yes. സ്വപ്നങ്ങൾ നമ്മളെ മനസ്സില് ഉണ്ടാക്കുമല്ലോ. അതെ, വെരി ഗുഡ്. മാഷാഅല്ലാ. നിങ്ങള് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോ എനിക്കൊരു സുഖായിട്ടാ സംസാരിക്കാൻ. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എപിജെന്റെ ആ ഒരു കോട്ട് ല്ലേ? നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ആവണം. അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങളുടെ കൂമ്പാരം തന്നെ നമുക്ക് ഉണ്ടാവും ല്ലേ? എന്നാല് നമുക്കൊരു വലിയൊരു ഡ്രീം ഉണ്ടോ? വലിയൊരു സ്വപ്നം. വലിയൊരു സ്വപ്നം നമ്മൾ കാണുവാണെങ്കിൽ വലിയൊരു റിസൾട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതല്ല നമുക്ക് ചെറിയൊരു സ്വപ്നം ഉള്ളതെങ്കിൽ ചെറിയ റിസൾട്ടേ നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇഫ് യു വാണ്ട് ടു ലിവ് എ ഹാപ്പി ലൈഫ് ടൈറ്റ് വിത്ത് എ ഗോൾ. നമുക്ക് ജീവിതത്തിൽ നല്ല സന്തോഷം നേടിയെടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കണക്ട് ഉണ്ടാവണം. ഒരു ചെറിയൊരു ലക്ഷ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താവും? സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു കുറവ്. ആ ഒരു ഫീല് നമുക്ക് വരുന്നത്. എല്ലാ ദിവസവും എണീക്കും. എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ കുറെ ഫോൺ നോക്കുന്നു, കുറെ അവിടെ ഇവിടെ നിൽക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെ പോകുമ്പോ നമുക്ക് എന്താണ്? ഓട്ടോമാറ്റിക്കലായി നമുക്കൊരു മടുപ്പ് വരും അല്ലെ? എന്നാല് അവിടെ നമുക്ക് ഒരു ചെറിയൊരു ഗോള്, ഒരു ചെറിയൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. There is no achievement without goal. ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇല്ലാത്ത പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളെ ഒരു പേഴ്സൺ, ഒരു വ്യക്തിനെ നമ്മളെ ഈ ഷിപ്പില്ലേ, കപ്പലിന്റെ കോമ്പസ് അതാണ് ആ ഒരു കപ്പലിനെ മൊത്തത്തിൽ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അല്ലെ? എന്നാല് ആ കോമ്പസ് അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ആ കപ്പൽ ഏതോ വഴിക്ക് എതിലെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ? അതായിരിക്കില്ലേ ആ കപ്പലിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ കോമ്പസ് ഇല്ലാത്ത ഒരു കപ്പലിനെ പോലെ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. നമുക്ക് എന്തായിരിക്കണം? വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും. ഞാനൊരു കാര്യം പറയാം. നമ്മള് രാവിലെ എണീറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് കയറാനായിട്ട്. അപ്പൊ ബസ്സൊക്കെ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ബസ് വന്നു. ആദ്യം വന്ന ബസ്സിൽ തന്നെ അങ്ങ് ചാടിക്കേറി. സോ ബസ് കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ ചോദിക്കും എങ്ങോട്ടാന്ന്, ക്യാഷ് വാങ്ങിക്കാൻ വരുമ്പോ അല്ലെ? അങ്ങനെ കണ്ടക്ടർ ചോദിച്ചു എങ്ങട്ടാന്ന്. അപ്പൊ ഈ വ്യക്തി പറയാ അല്ലെങ്കിൽ നമ്മൾ പറയാണ്, ഞാൻ എങ്ങട്ടാ, നീ എങ്ങട്ടാന്ന് വെച്ചാ എടുത്തോ, അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ തിരിച്ച് എന്താവും പറയാ? ഒന്നും പറയില്ല. വല്ല കുതിരവട്ടത്തോ കുളമ്പാറയിലൊക്കെ കൊണ്ട് ഇറക്കുമായിരിക്കും അല്ലെ? നമ്മള് അങ്ങനെ ഒരു വഴിക്ക് നമ്മൾ അങ്ങനെ ഇറങ്ങി പോവില്ല അല്ലെ? നോർമൽ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും പോവില്ല. അതുപോലെയാണ് നമ്മള് ഒരു ലക്ഷ്യബോധമില്ലാത്ത നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും ഒരു ലക്ഷ്യമില്ലാണ്ട് നമ്മളൊരു ബസ്സിൽ കയറിയ അവസ്ഥ തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക.
അപ്പൊ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ഓരോ ദിവസവും എന്ന് പറയുന്നത് എണീക്കുന്നത് തന്നെ ഒരു ലക്ഷ്യബോധത്തോടെ ആയിരിക്കണം. വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ആയുസ്സ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന് വ്യക്തമായിട്ട് ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മളിവിടെ ജീവിച്ചു പോയി. വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കണോ? അതോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നാലാള് നമ്മളെ അറിയണോ? ഇപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ച ആളുകളെയൊക്കെ നമുക്കറിയും അല്ലേ? അവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു. ഞാനൊരു പാവം എനിക്കിപ്പോ അതിനൊക്കെ പറ്റുവോ? അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്തിനാ പറ്റുക? ഈ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ പല ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നമ്മളെക്കൊണ്ട് അതിന്റെ ഒരു ഗുണം നമ്മളെക്കൊണ്ട് കിട്ടണ്ടേ? അങ്ങനെ ആയിരിക്കണ്ടേ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്? ഈ മനുഷ്യന്മാരെ സാധാരണയായിട്ട് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് പറയാം. ഇതില് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു മൊട്ടക്കുന്ന് പോലെയാന്ന് പറയാം. മൊട്ടക്കുന്നിന്റെ പ്രത്യേകത എന്താ? എന്താണ്? ഒന്നുമില്ലാത്ത ശൂന്യമായിട്ട് കിടക്കുക അല്ലേ? അങ്ങട്ട് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത് അല്ലേ? ഈ മഴ ഈ മൊട്ടക്കുന്നിൽക്ക് പെയ്താൽ എന്താ ഉണ്ടാവുക? അതങ്ങനെ കുത്തി ഒലിച്ച് അങ്ങനെ പോകും. ആർക്കും ഒരു ഉപകാരവും ഇല്ല. അതിന് ഉപകാരം ഉണ്ടോ? ഈ കുന്നിന് വല്ലതും കിട്ടുന്നുണ്ടോ? അതും ഒന്നും അബ്സോർബ് ചെയ്യൂല. മറ്റുള്ളവർക്കും ഒരു ഉപകാരമില്ല. അതങ്ങനെ കുത്തി ഒലിച്ചിട്ട് അങ്ങനെ പോകും. ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെന്നെ അവരെ വേണ്ട. അവർക്കെന്നെ ഒരു താല്പര്യവും ഇല്ലാതെ വേണോ വേണ്ടോന്ന് വെച്ചിട്ട് ജീവിതം അങ്ങനെ തള്ളി നീക്കുന്ന ടൈപ്പ് ആളുകളുണ്ട്. അവർക്കും ഉപകാരമില്ല. മറ്റുള്ളവർക്കും അവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഇനി വേറെ ടൈപ്പ് ആളുകൾ കുറച്ച് ആൾക്കാരുണ്ട്. അവരെങ്ങനെയാ വെച്ചാല് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കോറീന്റെ അല്ലെങ്കിൽ പാറയുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ആ ഭൂമിയിലേക്ക് അത് ആഴ്ന്ന് ഇറങ്ങി പോവൊന്നുമില്ല. അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാരണം മറ്റുള്ളവർക്ക് ചിലപ്പോ അത് കാരണം ഉപകാരം ഉണ്ടാവും അല്ലെ? അതൊന്ന് എടുത്തിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ചില ആളുകൾ അങ്ങനെ. അവരുടെ ജീവിതത്തില് കാര്യമായിട്ട് മാറ്റങ്ങളോ നല്ല റൂട്ടീനോ കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടെ മറ്റുള്ളവർക്ക് അവരിങ്ങനെ ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത് മൊട്ടക്കുന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇത്തിരി ബെറ്ററാ അല്ലേ? അതിനേക്കാളൊക്കെ നല്ലതാ അല്ലേ? എന്നാല് ഇനി വേറെ ടൈപ്പ് ആളുകളുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആ മഴവെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് അവിടെ ഒരുപാട് ചെടികൾക്കും പ്ലാന്റ്സിനും മരങ്ങൾക്കും ഒക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള ആ പച്ച പുല്ലുകളും ഒക്കെ ആ വെള്ളത്തെ എടുത്ത് ആ വെള്ളം മറ്റുള്ളവർക്ക് കൊടുത്ത് പല ചെടികളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഭൂമി ഉണ്ടല്ലേ? അതുപോലെയാണ്. അതായത് അവരുടെ ജീവിതത്തില് നല്ല ഒരുപാട് കാര്യങ്ങൾ മാറ്റത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്യും. കൂടാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന തരത്തിലുള്ള ആളുകളും ആയിരിക്കും ഇവര്. അപ്പൊ നമ്മളിതിൽ ഏത് കാറ്റഗറിയിലാ വേണ്ടത്? ഒരു ഉപകാരം ഇല്ലാണ്ട് വെറുതെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് നിക്കണോ? അത് മറ്റുള്ളവർക്ക് മാത്രം ഉപകാരം ചെയ്യും. നമ്മളിങ്ങനെ ചില ആൾക്കാരെ കണ്ടില്ലേ വലിയ ഡയലോഗ് ഒക്കെ അടിക്കും. അവരുടെ കാര്യം നോക്കുമ്പോ ചിലപ്പോ അവരൊന്നും ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാല് എല്ലാവർക്കും ഉപകാരമൊക്കെ ചെയ്ത് മറ്റുള്ളവരിലേക്കും സ്വയം കാര്യങ്ങളും നേടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും ല്ലേ? അപ്പൊ ഈ ലാസ്റ്റ് വൺ അല്ലേ നമുക്ക് വേണ്ടത്? അതില് ഒരാളായിട്ടല്ലേ നമ്മളൊക്കെ മാറേണ്ടത്? വേണ്ടേ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം? എനിക്ക് തോന്നുന്നില്ലേ അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ട്. എന്നെക്കൊണ്ട് നാലാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്നൊരു ചിന്ത. ഒരു ചെറിയൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ അത്രയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. കഥയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇവിടെ ആമയുടെയും കുറുക്കന്റെയും കഥയാണ്. ഒരിക്കല് ഒരു ആമ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ വന്ന് അതിനെ പിടികൂടുകയാണ്. ഈ ആമേനെ പിടിച്ചാൽ എന്താ ഉണ്ടാവുക? അത് അതിന്റെ കയ്യും കാലും തലയൊക്കെ അതിന്റെ തോടിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെ? കുറുക്കന് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തലയൊക്കെ ഉള്ളിലിട്ട് ഈ ആമ മെല്ലെ അവിടെ നിന്ന് ചോദിക്കുക, എനിക്ക് ഒരു നിമിഷം ഒന്ന് തരുവോ? എനിക്ക് ഒരു നിമിഷം തരുവോന്ന് ചോദിച്ചു. അപ്പൊ ഈ കുറുക്കൻ ചോദിച്ചു, എന്തിനാ നിനക്ക് ഒരു നിമിഷം സമയം എന്തിനാ? അതായത് എന്റെ പുറകെ ഇനിയിപ്പോ നീ എന്നെ കഴിച്ചു ഭക്ഷിച്ചു, നീ എന്റെ തോട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ കാലങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് എന്റെ പൂർവികർ ആരെങ്കിലും ഇതിലേ വരുന്ന സമയത്ത് സോറി എന്റെ മുൻ തലമുറകൾ അടുത്ത ജനറേഷൻ ഇതുവഴി വരുന്ന സമയത്ത് അവര് പറയും, എന്റെ പൂർവികർ ആരോ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലെ?
ആ സമയത്ത് എനിക്കിത് വേണ്ടത് എന്റെ ഈ തോടില് എനിക്ക് 2 വര വരയ്ക്കണം. അതിനുള്ള സമയാണ് എനിക്ക് തരേണ്ടത്. അപ്പൊ ആ 2 വര വരയ്ക്കുന്നതിലൂടെ ആ ഇവര് വരുന്ന സമയത്ത് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോ അവര് പറയും, "എന്റെ പൂർവികരാരോ ഇവിടെ ഉണ്ടായിരുന്നു. അവര് നന്നായിട്ട് പൊരുതിയിട്ടാണ് ആളിവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്" എന്ന് മനസ്സിലാകും. അപ്പൊ ഈ ആമ പറഞ്ഞതിലൊരു എന്തെങ്കിലും നിങ്ങക്ക് സ്ട്രൈക്ക് ചെയ്തോ? ആമ പറഞ്ഞ എന്താ? ഞാനിവിടെ ജീവിച്ചു. ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് എന്നതിനൊരു തെളിവ് അവശേഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ഇവിടെ ജീവിച്ചു എന്നതിനുള്ള തെളിവായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും വേണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമുക്കൊക്കെ നല്ലൊരു ഡ്രീം ഉണ്ടായിരിക്കണം. ഡ്രീമിൽ നിന്നാ നമ്മള് വന്നേ അല്ലേ? നല്ലൊരു ഹൈ ഡ്രീം തന്നെ കാണണം. ഇപ്പൊ ഒരു മെറ്റഫർ ഉണ്ട്. എന്താണ്? നമ്മള് കുന്നോളം ആഗ്രഹിച്ചാ കുന്നിക്കുരുവോളം കിട്ടുംന്ന്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? കുന്നോളം ആഗ്രഹിച്ചാ കുന്നിക്കുരുവോളെ കിട്ടുള്ളോ? അതൊക്കെ ആരോ പണ്ടെങ്ങാണ്ട് എന്തോ പറഞ്ഞതാ അല്ലേ? അതിലൊന്നും ഒരർത്ഥവുമില്ല. നമ്മള് കുന്നോളം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുന്നോളം തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെ ആവണം? വെറുതെ ഉറങ്ങുമ്പോ ഇങ്ങനെ സ്വപ്നം കണ്ടാലൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ആ സ്വപ്നം അത്രയും അടിപൊളിയായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ആ ഒരു ഡ്രീം സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും സാധിക്കും. അപ്പൊ ഹൈ ഡ്രീം കാണാൻ നിങ്ങളൊക്കെ റെഡി ആണോ? ഇനി നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ എനിക്ക് വീട് വേണമെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നോ, എന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇതുപോലെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുള്ളിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ ചെറിയ സ്റ്റക്നെസ് ഒക്കെ വരാം. നമ്മള് സ്വപ്നം കണ്ടതൊക്കെ നടക്കുവോ? അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ പറ്റുവോ? എനിക്കിതിനൊക്കെ കഴിയുവോ? അല്ലെങ്കിൽ എന്റെ സാഹചര്യങ്ങൾ ഇതിനൊക്കെ അനുകൂലമാണോ? അങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട്സുകളും നമുക്ക് വരും. പക്ഷേ നമ്മൾ എന്താക്കണം? ഹൈ ഡ്രീം കാണാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കേണ്ടത്. നിങ്ങള് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വലിയൊരു സ്വപ്നം കാണാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടിയുള്ള ബാക്കി എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങള് ആഗ്രഹിക്കാൻ മാത്രം റെഡി ആയാൽ മതി. കാണാൻ മാത്രം റെഡി ആയാൽ മതി. അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ഹൈ ഡ്രീം ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയൊരു സ്വപ്നം, നടക്കാത്തൊരു സ്വപ്നം എന്നൊക്കെ പറയില്ലേ? ശരിക്കും അങ്ങനെ നടക്കാത്ത സ്വപ്നം എന്നൊന്നും ഇല്ല ട്ടോ. ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ വലിയ വലിയ അതായത് കയ്യും കാലും ഒക്കെ ഇല്ലാത്ത നിങ്ങൾക്ക് ഒത്തിരി പേരെ അറിയുന്നുണ്ടാവും. കാലില്ലാണ്ടും എന്താണ് വലിയ ഉയരങ്ങൾ കീഴടക്കിയ അല്ലെങ്കിൽ വെപ്പ് കാല് വെച്ചിട്ട് ഓടി ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകള് ഓട്ട മത്സരത്തിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ഗോൾഡ് മെഡൽ ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മളൊക്കെ എന്താണ് ഫോണ് യൂട്യൂബും വീഡിയോസും ഒരുപാട് അതുപോലെയുള്ള ഷെയർ ആക്കിയിട്ട് വരാറുണ്ട് ല്ലേ? എപ്പഴും കാണാറുണ്ടാവും അതുപോലെയുള്ള വീഡിയോസും കാര്യമൊക്കെ. അപ്പൊ കാലില്ലാത്തവർ അല്ലെങ്കിൽ കണ്ണില്ലാത്തവരൊക്കെ ഇത് നേടുമ്പോ ഇതെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും കനിഞ്ഞു നൽകിയ നമുക്ക് ഒരു സ്വപ്നം കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് തന്നെയാ ല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സ്വപ്നം വേണം. ആ ഒരു സ്വപ്നം നമുക്ക് അച്ചീവ് ചെയ്യാൻ യാതൊരു തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ അപ്പൊ വരില്ല. സാധാരണയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഒന്നാമത് ഉണ്ടാകുന്ന മടിയാണ്. എനിക്കിപ്പോ എന്തിന്റെ ആവശ്യാ? എനിക്ക് വേണ്ടതൊക്കെ എന്റെ ഹസ്ബൻഡ് തരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ബാക്കി എല്ലാം നേടാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം? അങ്ങനെ ഒരു തോട്ട് ചിലപ്പോ നമ്മളിൽ വരും ല്ലേ? അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ എന്താ ഉണ്ടാവുക? നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു സെൽഫ് എസ്റ്റീം, നമ്മളെ കുറിച്ചൊരു വിശ്വാസം നമുക്കില്ലെങ്കിലും എന്താണ്? നമുക്ക് ഹൈ ഡ്രീം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സമാണത്. നമുക്ക് എപ്പോഴും നമ്മളെ കുറിച്ചൊരു വിശ്വാസം വേണം. നിങ്ങളൊക്കെ ഇപ്പൊ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്യാറുണ്ടാവും ല്ലേ? അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെക്കൊണ്ട് പറ്റും. എനിക്കതിന് കഴിയും എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്നില്ലെങ്കില് പിന്നെ നമ്മക്ക് നമ്മളെ വിശ്വാസം ഇല്ലെങ്കില് പിന്നെ ആരാ നമ്മളെ വിശ്വസിക്കുക? വേറെ ആർക്കെങ്കിലും നമ്മളെ വിശ്വാസം ഉണ്ടാവോ? നമ്മക്ക് പോലും നമ്മളെ വിശ്വാസം ഇല്ലെങ്കില്. ചില കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് പറ്റൂലാന്ന് ആദ്യമേ നമ്മളങ്ങ് തീരുമാനിക്കും. ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിമ്മിങ്.
നമുക്ക് നീന്താന് അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നീന്താൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം അല്ലെ? അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് നേടാൻ പറ്റും. ആദ്യമേ വെള്ളം കാണുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്കൊന്നും പറഞ്ഞ പണിയല്ല. എന്നെ ഒന്നും പറ്റൂല. ഈ രീതിയിലുള്ള തോട്ടാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിലോ അതാണ് അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ല്ലേ? ചെയ്ത് നോക്കാനുള്ള മനസ്സാണ് അവിടെ കാണിക്കേണ്ടത്. ചിലപ്പോ 1, 2 വയസ്സൊക്കെ ചെറുതായിട്ട് തെന്നി വീഴാ അല്ലെങ്കിൽ താഴ്ന്നു പോവാനൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളെന്താണ് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണല്ലോ നമ്മൾ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ പോണ സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവണം. എനിക്ക് പറ്റുംന്നങ്ങ് ഉറച്ചു വിശ്വസിക്കാം. കാലില്ലാത്ത ആൾക്ക് എവറസ്റ്റ് കീഴടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടി ഒളിമ്പിക്സ് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഈസി ആയിട്ട് എല്ലാം നേടാൻ പറ്റും. എന്നെക്കൊണ്ട് അതിന് കഴിയും. എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം കൂട്ടാനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മിറർ നോക്കിയിട്ട് സംസാരിക്കുക. നമ്മളോടന്നെ നമ്മുടെ കണ്ണില് നോക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് പറയാം. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയും. എനിക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ കോൺഫിഡന്റ് ആണ്. എനിക്ക് പറ്റും എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിച്ച് കണ്ണില് നോക്കിയിട്ട് പറയാം. കേൾക്കുമ്പോ നിസ്സാരായിട്ട് തോന്നൂലേ? ഇതൊക്കെ ഇപ്പൊ എന്താ? കണ്ണില് നോക്കി സംസാരിച്ചാല് കണ്ണാടി നോക്കി ആൾക്കാര് വട്ടാന്ന് കരുതൂലേ? എന്നൊക്കെ ചിലപ്പോ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും ല്ലേ? പക്ഷേ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതിന് നമ്മളെ ഒരുപാട് ഉയരത്തിലേക്ക് നമ്മുടെ കോൺഫിഡൻസിനെ കൊണ്ടുപോവാനായിട്ട് കഴിയും. പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഫിയർ ഓഫ് റിസ്ക്. ഫിയർ ഓഫ് റിസ്ക്. റിസ്ക് എടുക്കാനുള്ള ഒരു എന്താണ് ഒരു റിസ്ക് പേടി. ഞാനത് ചെയ്താൽ ശരിയാവോ? ഞാൻ തോറ്റാലോ? ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ തോറ്റാലോ? അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയായില്ലെങ്കിലോ? എന്നെക്കൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുവോ? എനിക്കതിന് കഴിയോ? ഈ രീതിയിലുള്ള ഡൗട്ടുകളൊക്കെ നമ്മളില് വരും ല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിനെയെല്ലാം നമ്മൾ ഓവർകം ചെയ്യണം. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം നമ്മള് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് നേടാൻ പറ്റും. നമ്മള് പരാജയം നമ്മള് എന്താണ് ചെറിയ കാര്യത്തിൽ വരെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റുമോ ഇങ്ങനെ നെഗറ്റീവ് തോട്ടാണ് വരുന്നെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. അമേരിക്കയിലുള്ള ഒരു വലിയൊരു കാട്. ആ കാട്ടില് കുറെ കുതിരകളുണ്ട്. ഈ കുതിരകൾ കൂട്ടമായിട്ട് ഇങ്ങനെ താമസിക്കുന്ന ഒരു ഒരു സ്ഥലം, ഒരു ഫോറസ്റ്റിലെ ഒരു ഏരിയ. ഇവിടെ ഒരു തേനീച്ചകളുണ്ട് ഈ കാട്ടില്. അപ്പൊ ഈ തേനീച്ചകൾ കുത്തിക്കഴിഞ്ഞാല് ഈ കുതിരകൾ ചത്തുപോകുന്നാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതായത് അവറ്റങ്ങളൊക്കെ ചത്തുപോകും. അപ്പൊ ഈ തേനീച്ചകൾ വരുന്നങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കുതിരകൾ ഭയങ്കര ഓട്ടായിരിക്കും. കാരണം മരിക്കും എന്നുള്ള ഒരു തോട്ട്, ഒരു പേടി അവരുടെ മുന്നിൽ വന്ന് നിൽക്കാം. പക്ഷേ ഇവര് കൂട്ടമായിട്ട് ഇങ്ങനെ ഒരുപാട് കുതിരകളുള്ള ഏരിയ ആണല്ലോ. അപ്പൊ കൂട്ടമായിട്ട് ഓടി ഓടി ഇവരെന്നെ പരസ്പരം കൂട്ടിയിടിച്ചും ആ തിക്കും തിരക്കിലും പെട്ടിട്ട് ഒരുപാട് കുതിരകൾ ചത്തുപോകാറുണ്ട്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ തേനീച്ചകൾ കുത്തിയ ശരിക്കും അവര് ചാവുന്നില്ല. പക്ഷെ അവരങ്ങനെ ഒരു വിശ്വാസം അവരിൽ ഉണ്ടായി. തേനീച്ച വന്നാ അത് കുത്തിക്കഴിഞ്ഞാൽ ചാവും. പക്ഷെ ആ ഒരു പേടി കാരണം ആക്ച്വലി നശിച്ചത് എന്താ? അവരെന്നെ കുറേ പേര് പേടി കാരണം മരിച്ചുപോയിന്ന്. അങ്ങനെയാണ് അവർക്കിടയിൽ സംഭവിച്ചത്. ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിലും ഇതുപോലെ നമ്മൾ പേടിച്ച് 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 കുറേ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാണ്ടൊക്കെ പോയിട്ടുണ്ടാവും ല്ലേ പേടിച്ചിട്ട്. നമുക്ക് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുവോ? എന്നെക്കൊണ്ട് കഴിയോ? ഇങ്ങനെ പേടിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോ നമ്മൾ ചെന്ന് അതിനേക്കാളും വലിയ ഇതില് പോയി പെട്ടിട്ടും ഉണ്ടാവാം ഈ ഒരു പേടി കാരണം. പട പേടിച്ച് പന്തളത്ത് ചെന്ന് പന്തം കൊളുത്തി പട എന്നുള്ളൊരു ചൊല്ലുണ്ട് ല്ലേ? അപ്പൊ അതുപോലുള്ള സിറ്റുവേഷനൊക്കെ ആയിരിക്കും ചിലപ്പോ അതിനേക്കാൾ വലിയ ഭീകരമായുള്ള അവസ്ഥയിലൊക്കെ പിന്നെ ചെന്ന് പെട്ടിട്ടും ഉണ്ടാവാം. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മുന്നിൽ വരുമെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളൊരു ലക്ഷ്യമൊക്കെ വെച്ചു.
ലക്ഷ്യമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാന്ന് തീരുമാനിച്ച സമയത്ത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ എന്താ അത് കിട്ടാത്തെ? എന്താ അത് എനിക്ക് കിട്ടണില്ലല്ലോ, എന്നെക്കൊണ്ട് പറ്റണില്ലല്ലോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈ രീതിയിലുള്ള ടെൻഷൻ ഇങ്ങനെ വരുവാ. എന്താണ് ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥ. ലാക്ക് ഓഫ് പേഷ്യൻസ്. ക്ഷമയില്ല. അതും എന്താണ് നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് തകർത്ത് നമ്മൾ ഹൈ ഡ്രീം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാതിരിക്കുന്നതിന് ഒരു കാരണം അതും കൂടെയാണ്. പിന്നെ നമ്മളൊക്കെ ലക്ഷ്യങ്ങൾ വെക്കുന്ന സമയത്തും അത് നമ്മളെ ഏത് രീതിയിലാണ് ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ ലക്ഷ്യം വേണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളിലൊക്കെ ഇപ്പൊ ഉണ്ടായോ? ചെറിയ രീതിയിലെങ്കിലും ഒരു സ്പാർക്ക്. എന്റെ ജീവിതം ഈ രീതിയിലൊന്നും പോയാ പോരാ. എനിക്ക് ചെറിയൊരു മാറ്റമൊക്കെ വേണം. എന്തെങ്കിലും എന്നും രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു. ഇതിനു വേണ്ടി മാത്രം ആയാൽ പോരാ എന്റെ ജീവിതം എന്നൊരു തോന്നല് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടോ? അതോ എനിക്കതിനൊന്നും സമയമില്ല. എനിക്ക് കുക്കിങ്ങും മക്കളെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് എപ്പോഴാ എനിക്ക് ഇതിനൊക്കെ സമയം? ഇങ്ങനെ ആ തോട്ടാണോ നിങ്ങളിൽ വരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ ഒരു നല്ലൊരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കില് നമ്മൾക്ക് ഈ ഒരു മടിയോ മടുപ്പോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജീവിക്കണം. അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ എല്ലാം കുറയും. വേണ്ടാത്ത കാര്യങ്ങൾ പോയി തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. വെറുതെ പോയി തർക്കിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ച് അതിനെ തന്നെ വീണ്ടും വീണ്ടും കുത്തി കുത്തി പറയാ. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന എവിടുന്നാ? നമ്മൾ ഈ വീട്ടില് അടങ്ങി ഒതുങ്ങി വെറും കുക്കിങ്ങും മക്കളെ നോക്കലും മാത്രമായി വരുമ്പോ ആണ് ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരിക. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഒരു വലിയൊരു ഡ്രീം നമുക്ക് ഉണ്ടായേ തീരും. അപ്പൊ ആ ഒരു ലക്ഷ്യം, ഇനിയിപ്പോ ലക്ഷ്യമൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എങ്ങനെയപ്പോ ആ ലക്ഷ്യം കണ്ടുപിടിക്കുക? എങ്ങനെ ആയിരിക്കണം ആ ലക്ഷ്യം എന്നുള്ളതും നമുക്കൊന്ന് ഫസ്റ്റ് നോക്കാം. എങ്ങനെയാണ് ഒരു ലക്ഷ്യം വേണ്ടത്? ലക്ഷ്യം എപ്പോഴും നമ്മുടെ ഗോൾ എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം എന്ന് പറയും. സ്മാർട്ട് മീൻസ് എസ് മീൻസ് സ്പെസിഫിക് ആയിരിക്കണം. ഒരു വ്യക്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ട്രെയിനർ ആവണം, അല്ലെങ്കിൽ 4 കുട്ടികൾക്ക് ക്ലാസ് അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ആവണം. അങ്ങനെ എന്തായിരിക്കാം നിങ്ങളുടെ ഏത് ഡ്രീമും നിങ്ങൾക്ക് എടുക്കാം. അതിന് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതണം. എന്താണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിലുമൊക്കെ നേടണം, അല്ലെങ്കിൽ കുറച്ച് ഏൺ ചെയ്യണം, എങ്ങനെ ആയിരിക്കാൻ പാടില്ല. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് എസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എം. മെഷറബിൾ ആയിരിക്കണം. നമുക്ക് അതിനെ അളക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതായത് ഇപ്പൊ നമുക്ക് നേടാനുള്ളത് ഏതാണ്? ഇപ്പൊ എനിക്ക് ഒരുപാട് ഏൺ ചെയ്യണം എന്നാണെങ്കിൽ എത്ര എമൗണ്ട് ഏൺ ചെയ്യണം? അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അളക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ വ്യക്തമാക്കി അവിടെ വെക്കണം. പിന്നെ വേണ്ടത് നമുക്ക് അറ്റൈനബിൾ ആയിരിക്കണം. നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് പറക്കണം. ഞാൻ അങ്ങനെ ഒരു ഗോളാണ് വെക്കുന്നെങ്കിലോ, എനിക്ക് പറക്കാൻ പറ്റുമോ? പ്ലെയിനിൽ വേണമെങ്കിൽ പോവാം അല്ലെ. പക്ഷെ ചിറകടിച്ച പക്ഷീനെ പോലെ പറക്കാൻ പറ്റുമോ? അങ്ങനെയല്ലാണ്ട് നമ്മുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന്, നമ്മുടെ ഫ്രെയിമുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊന്ന് പുറത്തു പോകാൻ പറ്റൂല അല്ലെ. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മാം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വഴികൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തായിരിക്കണം? അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലാണ്ട് നേടാൻ പറ്റാത്ത എന്തോ ഒന്ന് എനിക്ക് സ്വപ്നമുണ്ട്, എനിക്ക് ഗോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം. ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് ഇപ്പൊ എനിക്ക് അതൊരു കാര്യം ചെയ്യാനുള്ള സ്കില്ലില്ല, അല്ലെങ്കിൽ ടൈം ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ട സിറ്റുവേഷൻ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ
അതൊന്നും ഇല്ലാത്തൊരു കാര്യമായിരിക്കരുത് ഞാൻ വിചാരിക്കുന്നത്. എന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്റെ സ്കില്ലുകൾ കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് പറയും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആയിട്ട് പറഞ്ഞ സ്മാർട്ടിന്റെ ടൈം ബൗണ്ട്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈമിന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റണം. എനിക്കിപ്പോ ഒരു ജോബ് അത് വേണമെങ്കിൽ ഏത് ടൈപ്പ് ജോബാന്ന് അവിടെ ആക്കണം, എത്ര സമയത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യവും കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ഈ പറഞ്ഞ എല്ലാ സ്മാർട്ടിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പൊ ഗോള് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഇനി അതിനൊരു സ്റ്റെപ്സ് ആക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. എങ്ങനെ ഒരു ഗോള് സെറ്റ്, ഇതൊക്കെ ഓക്കെ. ഇപ്പൊ ഗോള് സെറ്റ് എന്നാൽ ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യാ, എങ്ങനെയാണ് ഇപ്പൊ എന്റെ ഗോൾ ഏതാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുക, ശരിക്കും എന്റെ ഗോൾ ഏതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ, ഡ്രീംസ് ഒക്കെ എനിക്ക് കുറെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ ഞാനൊരു ഗോള് കണ്ടെത്തും, എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കഴിവൊന്നും ഏരിയ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ നേരിടുന്നെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഗോളിനെ കണ്ടെത്താനുള്ള മാർഗങ്ങളൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്തൊക്കെ ആഗ്രഹം ഉണ്ടോ അതൊക്കെ അങ്ങ് എഴുതി വെക്കാം. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. ഒരു മടിയും വേണ്ട, കംപ്ലീറ്റ് നമ്മൾ അങ്ങ് എഴുതി വെക്കുക, ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ഫുൾ ആഗ്രഹം അതിനകത്ത് എഴുതാം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യണം. അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ തോന്നും, ഹേയ് ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഇപ്പൊ ഒരു ഗോളാ, ഇത് ഗോളാക്കാനൊന്നും പറ്റില്ല, ഇത് വെറുതെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വെറുതെ ഒരു ഡ്രീം അത്രേ ഉള്ളൂ, ഇത് ഗോളൊന്നല്ല എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ? നമുക്ക് അത്ര വലിയ സംഭവമൊന്നായി തോന്നാത്ത കുറെ കാര്യങ്ങൾ. അങ്ങനെയുള്ളതിനൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം. എന്നിട്ട് ലാസ്റ്റ് പിന്നെ അതിൽ നിന്ന് കുറച്ച് എണ്ണം ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൽസിനെ നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തണം. നമുക്കറിയാലോ നമുക്ക് ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് ഉള്ളത്, നമുക്ക് സോറി ഏതൊക്കെ സ്കില്ലുകളാ നമുക്കുള്ളത് നമുക്കറിയാലേ. നമ്മൾക്ക് ഇപ്പൊ എന്തൊക്കെ കഴിവ്, ഇപ്പൊ എനിക്കാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ ഒരു കഴിവുണ്ട്. അപ്പൊ അതിന് പറ്റിയ ഏത് ഗോള് ഞാൻ ഈ എഴുതി വെച്ചതിൽ ഏതാണ് അതിന് പറ്റിയത് ഉള്ളത് എന്ന് നോക്കാം. ഇതേപോലെ നമ്മളുടെ സ്കില്ലിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിലുണ്ടോ. ഇനി അതല്ല, എനിക്കിപ്പോ സ്കില്ലൊന്നും ഇല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റും, സ്കില്ല് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല അതില്. അപ്പൊ ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ നിലവിൽ നമുക്കുള്ളത് ആയിട്ടുള്ള സ്കില്ലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതിയ ആ ആഗ്രഹങ്ങളിൽ ഉണ്ടാവില്ലേ, ആ ഡ്രീമില്, അതുമായിട്ട് മാച്ച് ആവുന്ന, അങ്ങനെ മാച്ച് ആവുന്നതിന് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ട് അവിടെ നമുക്ക് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് അവസാനം നല്ലൊരു ഗോള് നമുക്ക് അവിടെ കിട്ടും. നല്ലൊരു ഗോള് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്കില്ലുകളും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗോളിനെ നമുക്ക് അവിടെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗോള് കണ്ടെത്താൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് അതിനൊരു ഡെഡ് ലൈന് കൊടുക്കണം. അതായത് എനിക്ക് ഇത്ര വർഷം കൊണ്ട് നേടിയെടുക്കാം അല്ലെങ്കിൽ ഇത്ര മാസം, എത്രയാണോ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടത് ആ ഒരു സമയം നമ്മൾ കണ്ടെത്തി എത്രയാണോ അത് അവിടെ എഴുതി വെക്കുക. അപ്പൊ ഇത്ര വർഷം കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം നേടിയെടുക്കും, അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഗോൾ. അപ്പൊ നമ്മൾ ഗോള് കണ്ടെത്തി. ഈ ഗോളിനെ നമ്മൾ ഒന്ന് പിക്ചറൈസ് ചെയ്യാം. പിക്ചർ രൂപത്തിലാക്കി നമ്മുടെ ഓരോരുത്തരുടെ വിഷൻ ബോർഡായിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ എപ്പോഴും കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാം. ഇതെന്തിനാ വെക്കുന്നത്, നമുക്ക് ഇടയ്ക്ക് മടിയൊക്കെ വരാനുള്ള ചാൻസ്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, സ്വാഭാവികം. ആ മടിയെ മാറ്റിയെടുക്കാന് നമ്മൾ ഈ ഗോൾ, ഈ ഒരു ലക്ഷ്യം, എന്റെ ഈ ലക്ഷ്യമുണ്ട്, ഇതൊക്കെ എനിക്ക് പ്രവർത്തിക്കണം, ഇതിന് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്, ആക്ഷൻ എടുക്കാനുണ്ട്, മടിനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വിഷൻ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സമൊക്കെ മാറിക്കിട്ടും. അപ്പൊ എപ്പോഴും നമ്മളതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ
നമ്മുടെ മടിയൊക്കെ മാറി ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ തോന്നും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എഴുതി വെച്ചു അതിനൊരു പിക്ചർ ആക്കിയിട്ടൊക്കെ അവിടെ ഇങ്ങനെ അലങ്കാരത്തിൽ വെച്ചാല് കാര്യം നടക്കുവോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ? ആക്ഷൻ എടുക്കണം. അപ്പൊ ഒരു 1 ഇയർ കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ അതിനെങ്ങനെ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതായത് കുഞ്ഞു കുഞ്ഞു ഏരിയാസ് ആക്കി മാറ്റുക. അപ്പൊ ഒരു മന്ത്, ഇപ്പൊ 12 മന്ത്സ് 1 ഇയർ. അപ്പൊ 12 മന്ത് ഈ ഓരോ മന്തിലും ഓരോ മന്തിലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ മാറ്റങ്ങൾ എന്നിൽ കൊണ്ടുവരണം? ഇനി എന്തെങ്കിലും പുതുതായിട്ട് സ്കില്ലുകൾ ഞാൻ നേടിയെടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തി ഓരോ മന്തും നമ്മള് സെറ്റ് ചെയ്ത് വെക്കുക. ഈ മന്തിൽ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം. എന്റെ ലക്ഷ്യത്തിക്ക് വേണ്ടി ഇത് ചെയ്യണം. അടുത്ത മന്ത് ഞാൻ ഇത് ചെയ്യണം. ഇനി ഓരോ മന്തിലും ഓരോ വീക്കിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കാം. ഏത് രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്? ഈ രീതിയിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് എന്താക്കാം? സക്സസ് ആയിട്ട് നമ്മുടെയൊക്കെ ലൈഫ് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് മാറും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ലക്ഷ്യം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗോളിനെ കണ്ടെത്തുക. ആ ഗോളിനെ നമ്മുടെ സക്സസിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. സക്സസ് ആയി മാറുക. ഈ സക്സസ് എന്ന് പറയുന്നത് ഏതോ ആർക്കോ എവിടെയോ ഒന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന കാര്യമാണ് ഈ ഗോളും സക്സസും ഒക്കെ പറ്റും. അപ്പൊ ഒരു മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും പത്തരം മാറ്റി വിജയം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായി മാറുന്നു. അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കും എനിക്ക് നല്ല ഹെൽത്ത് വേണം, ആരോഗ്യം എനിക്ക് 10ൽ 10 വേണം നമ്മൾ ആഗ്രഹിക്കും അല്ലെ? എന്നാല് വിജയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള വേറെയുള്ള ഓരോ കാര്യത്തിലും നമ്മൾ അവിടെ എന്താണ് മടി പിടിക്കാതെ പത്തരം മാറ്റൊന്നും വേണ്ട, എനിക്കതിന് കഴിവില്ല, അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കണം. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു ഒന്നും ഇല്ല എന്നാണ് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്. എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ സമയത്ത് തന്നെ നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. അല്ലാണ്ട് കുറച്ചു പേർക്ക് നല്ല കഴിവായിട്ടും കുറച്ചു പേർക്ക് കഴിവില്ലാത്തവരുമായിട്ടും ഒന്നുമല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരെയും എല്ലാ കഴിവുകളോട് കൂടെയാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയി മാറുന്നത്. മടിയെല്ലാം പിടിച്ച് അതിനെ അവിടെ തന്നെ നിർത്തി കണ്ടെത്താൻ പോലും പറ്റാണ്ട് ഒരു പരാജിതരായി ഭൂമിക്ക് ഭാരമായിട്ട് നമ്മൾക്ക് മാറണോ? അതോ ഈ ലോകത്തില് ഞാനും ഇവിടെ ജീവിച്ചിരുന്നു, ഇങ്ങനൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ അറിയണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഈ ഒരു സെഷനിലൂടെ ചെറിയൊരു സ്പാർക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഇതുപോലൊരു ചാൻസ് തന്ന പിങ്ക് ഹബിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നല്ല പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു. നല്ല ക്ലാസ് ആയിരുന്നു. ഒരു മടുപ്പും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോ ജഹന മാമിന് പ്രത്യേകം താങ്ക്സ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം പറഞ്ഞതുപോലെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. ഗോള് എഴുതി തന്നെ തയ്യാറാക്കണം. എഴുതി തയ്യാറാക്കുന്ന ഗോളുകൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ, അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വഴി വെട്ടുന്നത് പോലെയാണ് നമ്മുടെ ഈ ഗോള്. അതായത് വഴി തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുമെന്ന് മാത്രമല്ല, നമ്മുടെ മുന്നിൽ അതിനുള്ള നമ്മളുടെ ആ ഒരു ഗോളുമായിട്ട് ബന്ധപ്പെട്ട വൈബുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താനും കഴിയുമെന്നുള്ളതാണ്. പല മേഖലകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ തേടി പോകുന്തോറും പലതും നമ്മളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അത് ചെയ്ത് ശീലിച്ചവർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ നിർബന്ധമായും അത് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ പറഞ്ഞ വഴികളൊക്കെ നമുക്ക് മെഷർമെന്റ് വരെ കറക്റ്റ് ആയിരിക്കണം. അതായത് അടുത്ത വർഷം ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വരെ നമ്മൾ എഴുതി വെച്ച് മുന്നോട്ട് പോയാൽ എമൗണ്ട് വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് വരെ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. എഴുതി വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് നമ്മളൊക്കെ ചെറിയ ചെറിയ ഗോൾ ചെയ്ത് ഇപ്പൊ വലിയ വലിയ ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അത് എഴുതി വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റോറികളും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. നല്ല ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫീഡ്ബാക്കോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മാഷാ അല്ലാ, നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇന്നത്തെ ടോപ്പിക് തന്നെ ഗോൾ സെറ്റിംഗ് അല്ലേ. കാരണം അതിന് മാത്രം എന്റെ എക്സ്പീരിയൻസിന് എനിക്ക് പറയാനുണ്ട്. ഞാനൊരു ഹൗസ് വൈഫായ ഞാൻ ക്ലാസ് ജോയിൻ ചെയ്ത സമയത്ത് മാസ്റ്ററിന്റെ ക്ലാസ് ജോയിൻ ചെയ്ത സമയത്ത് സാറ് പറഞ്ഞു നിങ്ങൾ ഗോൾ എഴുതി വെക്കാന്ന്. പക്ഷെ എന്റെ ഗോളായിരുന്നു എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നുള്ള ഗോൾ. അത് ഞാൻ എഴുതി വെച്ചിരുന്നു. പക്ഷെ അത് എങ്ങനെ നേടുന്നു എന്ത് നേടുന്നു അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ യാദൃശികമായിട്ട് പെട്ടെന്ന് എന്റെ മൊബൈലിലേക്ക് വന്ന ഒരു മോട്ടിവേഷൻ കോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും എന്നുള്ളത് അത്രമാത്രം എക്സ്പീരിയൻസ്. ഞാനത് അതായി പിന്നെ ജാസ്മിൻ മാമൊക്കെ അറിയല്ലോ എങ്ങനെ ആയത് ഇവിടെ എത്തിയ അവസ്ഥയൊക്കെ. അപ്പൊ അത്രമാത്രം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആക്ഷൻ എടുത്താൽ, അതിന് എഴുതി വെച്ച് മാത്രമല്ല ഞാൻ നന്നായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് എത്താൻ നല്ല ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമ്മളൊക്കെ ഒന്നും കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ അത്ഭുതങ്ങളുണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് തന്നെയാണ് നമ്മൾ ഗോള് മാത്രം പോരാ, നമ്മൾ ആക്ഷനും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ആ ക്ലാസ് അവതരിപ്പിച്ചു തന്നു. താങ്ക്സ് മാം. താങ്ക് യു മുന്താസ് മാം. അതുപോലെ മുന്താസ് മാം പറഞ്ഞതുപോലെ മുന്താസ് മാമിന് ചെറിയൊരു ആഗ്രഹമൊന്നും അല്ലായിരുന്നു, ഒരു കത്തുന്ന ആഗ്രഹം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേണിംഗ് ഡിസയർ തന്നെയായിരുന്നു. അതിന് മാത്രം എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയാലും മുന്താസ് മാം എടുത്തങ്ങ് ചാടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം ഒരു ഫാക്കൽറ്റിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ക്ലാസ് പറഞ്ഞു, ഫാക്കൽറ്റിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവർ വന്നില്ല. അപ്പോ കുറച്ച് മണിക്കൂറുകൾ ഇല്ലെന്ന് തോന്നുന്നു. മുമ്പ് ഈ ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് 1.5 മണിക്കൂർ മാത്രം സമയം ബാക്കി നിൽക്കവെയാണ് മുന്താസ് മാമിനെ കണക്ട് ചെയ്തത് നബില മാം. അപ്പോഴ് മുന്താസ് മാം ഒന്നും ചിന്തിച്ചില്ല, ചാടി അങ്ങ് ഇറങ്ങായിരുന്നു. ഒരു പ്രിപ്പറേഷനോ ഒരു സംഭവം ഇല്ലായിരുന്നു, ഒരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങ് വരികയായിരുന്നു. അപ്പൊ അതാണ് അവരുടെ ആ ഒരു ഡിസയർ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും കത്തുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തണമെന്നുള്ള ആ ഒരു ഉറച്ച ബോധവും ഉണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റത്തിലും ആ വാക്കുകളിലും അത് സ്പഷ്ടമാണ്. അതുപോലെയാണ് നമ്മുടെ പിങ്ക് ജോബിൽ ഒരുപാട് ലേഡീസ്, എല്ലാവരും സാധാരണ വീട്ടമ്മമാരായിട്ട് വന്നവരാണ്. ഇപ്പൊ ഒരു പിങ്ക് ജോബിന്റെ ലീഡേഴ്സ് ആണ്. മാത്രമല്ല ഇന്ന് നമ്മളൊരു തീരുമാനം എടുത്തത് അവർ ഓരോ ജില്ലകളിലെയും കോർഡിനേറ്റേഴ്സ് ആക്കി അവരെ മാറ്റുകയാണ് നമ്മൾ. ആ ഒരു ലെവലിലേക്ക് വരെ നമ്മൾ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ എഴുതി തന്നെ തയ്യാറാക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തെളിഞ്ഞു കിട്ടണമെങ്കിൽ ഈ ഗോള് എഴുതി തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു മുന്താസ് മാം, താങ്ക് യു വെരി മച്ച്. വേറെ ആരെങ്കിലും ഉണ്ടോ? മാമിന്റെ ഈ ക്ലാസ് ശരിക്കും LKG കുട്ടികളെ ഇരുത്തി ക്ലാസ് എടുക്കുന്ന ഫീൽ ആയിരുന്നു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം നമ്മളൊക്കെ ഒരു കൊച്ചു കുട്ടികളായിട്ടാണ് ഫീൽ ചെയ്തത്. മാം അത്രയും നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. സലീന മാമൊക്കെ മക്കളും ചെറുമക്കളൊക്കെ ആയ വ്യക്തിയാണ് സലീന മാമൊക്കെ. അവരൊക്കെ ഒരു നഴ്സറി ക്ലാസ്സുകളിലേക്ക് സ്റ്റോറി പറഞ്ഞ് കൊണ്ടുപോവുക, ആ ഒരു ഫീല് വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു കഴിവ്. ആ ഒരു ക്ലാസ് എടുക്കുന്ന ആളിന്റെ ആ ഒരു പവർ തന്നെയാണ് അത്. എന്തായാലും ജഹന മാമിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കണക്ട് ചെയ്ത ഒരാളാണ്. നമ്മൾ അങ്ങോട്ട് ഓരോരുത്തർ തപ്പി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പൊ ജഹന മാം ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഞാനൊരു ക്ലാസ് എടുത്തോട്ടെ, ലേഡീസ് കമ്മ്യൂണിറ്റി അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഫാക്കൽറ്റി, അപ്പൊ നമ്മൾ ഈ 30ാമത്തെ സെഷൻ ആയപ്പോ ആളുകൾ ഇങ്ങോട്ട് ചോദിച്ചു വരല് തുടങ്ങി. നമ്മൾ ആദ്യം അങ്ങോട്ട് തപ്പി പിടിക്കില്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഈ ഒരു പിങ്ക് ഹബിന്റെ ഈ ഒരു ക്ലാസ്
പുറത്തേക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ ഫാക്കൽറ്റീസ് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്, ഇവരൊക്കെ മെന്ററാണ്, അതായത് നവാമിലൊക്കെ പഠിപ്പിക്കല്ലേ, നവാമിലെ എന്തോ മെന്ററൊക്കെയാണ്. അപ്പൊ ഇവരെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെ അടുത്ത് തേടിയിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ക്ലാസ്സുകൾ കിട്ടാത്തതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. അവരൊക്കെ സാലറി അവിടെ നിന്ന് നവാവിൽ നിന്ന് സാലറി വാങ്ങിച്ച് പഠിപ്പിക്കുന്ന മെന്റേഴ്സ് ആണ്. അപ്പൊ ഇവരെയൊക്കെ പോലുള്ളവർ നമ്മുടെ പിങ്ക് ഹബിലേക്ക് ഒരു അവസരം ചോദിച്ചു തരാന്ന്, അത് നമ്മളെ സംബന്ധിച്ചൊരു സന്തോഷമാണ്. അവർക്കൊരു വേദി കിട്ടുമ്പോൾ അത് അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആണ്. അവർക്ക് പുതിയ പുതിയ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം, അവർക്ക് അവര് പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഗോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ വോയിസ് റെക്കോർഡ് അഡ്മിന്മാരെ അറിയിക്കണം. അതുപോലെ ഇനിയും നെക്സ്റ്റ് അടുത്ത് വേറൊരു ടോപ്പിക്കുമായി വേറൊരു ഫാക്കൽറ്റി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.